ഇപ്പോൾ വിദ്യാഭ്യാസ പ്രവർത്തകൻ എ ജി ജോർജ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എ ജി ജോർജ്, നോക്കൂ, വളരെയധികം ദാരുണമായൊരു സംഭവം, അതുപോലെ തന്നെ തീർത്തും ദുഃഖകരമായ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ നടന്നത്. ഈ ഒരു 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് ഇങ്ങനെ മരിച്ചു എന്നുള്ള വാർത്ത വളരെ ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. ഒരു അനാസ്ഥ ഇതിൽ നിഴലിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അത് ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് എന്നതാണ് ഇതിൽ ഇനി അറിയേണ്ടതായുള്ളത്. അത്യന്തം ദാരുണമായ മനുഷ്യ മനസ്സിനെ ആകെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് കൊല്ലം ജില്ലയിലെ ഒരു സ്കൂളിൽ സംഭവിച്ചത്. ഒരിക്കലും ഇത് സംഭവിക്കാൻ പാടില്ല. ആ കുട്ടികളുടെ മാതാപിതാക്കളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്, അനുശോചനം അറിയിക്കുന്നു. ഇവിടെ അവന് അക്ഷന്തവ്യമായ അപരാധം രണ്ടു കൂട്ടരുടെ ഭാഗത്തു നിന്ന് വളരെ പ്രകടമാണ്. ഒന്ന് സ്കൂൾ അധികൃതർ, രണ്ട് KSEB ഉദ്യോഗസ്ഥന്മാർ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടിടത്തോളം ആ സ്കൂളിന്റെ പുറകിൽ ഒരു തകര ഷീറ്റിട്ട ഒരു ഷെഡ് കെട്ടി കുട്ടികളുടെ സൈക്കിൾ സൂക്ഷിക്കുന്നതിനായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി അങ്ങനെയുള്ള ഒരു തകര ഷെഡ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ പരിസരത്തെ കുറിച്ച് നല്ല ബോധം ഉണ്ടായിരിക്കണം എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള അടിസ്ഥാനപരമായ ഒരു സംഗതിയാണ്. അതിന്റെ മുകളിലൂടെ ഈ പറയുന്ന വൈദ്യുതി ലൈൻ പോവുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തതാണ്. കാരണം ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിന്റെ കോമ്പൗണ്ടിലൂടെ, പ്രത്യേകിച്ച് തകര ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു ഷെഡിന്റെ മുകളിലൂടെ വൈദ്യുത ലൈൻ പോകുന്നുണ്ടെങ്കിൽ അത് കാലാകാലങ്ങളിൽ പരിശോധിച്ച് അതിന്റെ സത്വരമായിട്ടുള്ള പരിഹാര ക്രിയകൾ ചെയ്യേണ്ടതിന്റെ പരമമായ ഉത്തരവാദിത്തം ഇലക്ട്രിസിറ്റി ബോർഡിനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ ആ സ്കൂളിന്റെ അധികൃതർക്കും, അതൊരു മാനേജ്മെന്റ് സ്കൂളാണെന്നാണ് മനസ്സിലാക്കുന്നത്, ആ മാനേജ്മെന്റിനും സ്കൂൾ അധികൃതർക്കും ഇതിനകത്ത് തുല്യ ഉത്തരവാദിത്തമുണ്ട്. അവിടുത്തെ സ്കൂളിന്റെ അധികൃതരായി എല്ലാ ദിവസവും വരുന്ന ഹെഡ് മിസ്ട്രസ് ആകട്ടെ, പ്രിൻസിപ്പൽ ആകട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകരാകട്ടെ, ഇത്തരം കാര്യങ്ങൾ പരിസരം ശ്രദ്ധിക്കാതെ പോയതിന്റെ ഫലമായിട്ടുണ്ടായ ഒരു ദാരുണമായ സംഭവമാണിത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവർ ഇങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം അവിടെ ഉണ്ടെങ്കിൽ അവരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ KSEB ആയി ബന്ധപ്പെട്ട് നിങ്ങൾ 24 മണിക്കൂറിനകം അല്ലെങ്കിൽ 48 മണിക്കൂറിനകം ഈ കമ്പി ഇതിന്റെ മുകളിലൂടെ പോകുന്നത് അഴിച്ചു മാറ്റണം, മറ്റു വഴിയിലൂടെ വിടണം എന്ന് അവർക്ക് ആവശ്യപ്പെടാമായിരുന്നു. ഏതാണ്ട് 8 വർഷമായിട്ട് ഈ ഷെഡ് പണിതു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 8 വർഷമായിട്ട് ഇതിന്റെ മുകളിലുള്ള ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടത്തെ കുറിച്ച് മനസ്സിലാക്കാതെ പോയത് എത്ര വിവേകശൂന്യമായിട്ടുള്ള അല്ലെങ്കിൽ എത്ര ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള ഒരു നിലപാടാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ചത് എന്നുകൂടെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ട് ഈ കുറ്റത്തിൽ നിന്ന് വിമുക്തരാകാനായി സാധ്യമല്ല. ഇതിപ്പോൾ കേൾക്കുന്ന പ്രസ്താവനകളൊക്കെ സ്കൂളുകാർ പറയുന്നു ഇത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അനാസ്ഥയാണെന്ന്. ഇലക്ട്രിസിറ്റി ബോർഡുകാർ പറയുന്നു ഞങ്ങളെ വേണ്ട തരത്തിൽ അറിയിച്ചിട്ടില്ല. മൂന്നാമത് ഒരു കൂട്ടർ പറയുന്ന അവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്. സാധാരണയായി ഒരു പുതിയ ഷെഡ് ഏതെങ്കിലും ഒരു കെട്ടിടം പണിയുമ്പോഴോ പഞ്ചായത്തിന്റെ അനുവാദം വാങ്ങേണ്ടതാണ്, മുൻകൂട്ടി അനുവാദം വാങ്ങണം. ഇവിടെ പഞ്ചായത്തിന്റെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി കേൾക്കുന്നത് അവർക്ക് ഈ പുതിയ ഷെഡിനെ സംബന്ധിച്ചോ അതിന്റെ നിർമ്മാണത്തെ കുറിച്ചോ യാതൊരു രേഖകളുമില്ല, അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല, അതിന് ലൈസൻസോ അല്ലെങ്കിൽ പെർമിഷനോ വാങ്ങിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് പരിശോധിക്കണം. അനധികൃതമായിട്ടാണ് ആ ഷെഡ് കെട്ടിയതെങ്കിൽ അതാരാണ് കെട്ടിയത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കുകയും അവരുടെ മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. ഇപ്പോൾ ഇതിനകത്ത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയായിട്ട് കാര്യമില്ല. ഒരു ജീവൻ നഷ്ടപ്പെട്ടു. നമ്മൾ പലപ്പോഴും ആവണി കാണേണ്ട ഒരു കാര്യം, ഒരു അപകടം വരുമ്പോഴാണ് അതിന്റെ പരിഹാര ക്രിയകളെ കുറിച്ച് ആലോചിക്കുന്നത്. എത്രയോ നാളുകളായി പലയിടങ്ങളിലായി പലതരത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന സ്കൂളുകൾ, ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നു, വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു. അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ഏറ്റവും ഒടുവിൽ മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം ഇടിഞ്ഞു വീണ ഒരാൾ മരിക്കുന്നു. ഇടിഞ്ഞു വീണതിന് ശേഷമാണ് കെട്ടിടത്തിന്റെ ബലക്ഷയത്തെ കുറിച്ച് വലിയ വലിയ ചർച്ചകൾ നടക്കുന്നത്. പ്രതിരോധത്തിന് യാതൊരു നടപടികളും യഥായോഗ്യം ചെയ്യുന്നില്ല. ഇവിടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഈ സാധാരണ സ്കൂളുകളുടെ കെട്ടിടങ്ങളുടെ ഒക്കെ സുരക്ഷ നേരത്തെ ഉറപ്പാക്കണം. വിദ്യാലയ വർഷം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കി അതിന്റെ സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് ശേഖരിക്കണം. അതൊക്കെ ഈ സ്കൂളിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. കെട്ടിടങ്ങളുടെ അരക്ഷിതാവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി അതിന് പരിഹാരം കണ്ടെത്താൻ സ്കൂളിന്റെ അധികൃതർക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഇത് പരാതിപ്പെട്ടിട്ടും ഈ ലൈൻ മാറ്റാത്തതാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം KSEB വഹിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. അതല്ല, പരാതിപ്പെട്ടിട്ടില്ല, ഇങ്ങനെ ഒരു ലൈൻ പോകുന്ന അപകട സാധ്യതയുണ്ട് എന്ന് പരാതിപ്പെട്ടിട്ടില്ല എങ്കിൽ അതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം സ്കൂൾ അധികൃതർക്കാണ്.
അതുകൊണ്ട് ഒരു വിശദമായ അന്വേഷണത്തിൽ കൂടെ മാത്രമേ ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താനായി സാധ്യമാവുകയുള്ളൂ. ഏതായാലും 13 വയസ്സായ ഒരു കുട്ടി എന്നേക്കുമായി ആ വീടിന് നഷ്ടപ്പെട്ടു, സമൂഹത്തെ ഞെട്ടിച്ചു. ഇനി അന്വേഷണം നടത്തി എന്തായാലും ആ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഇതുപോലെയുള്ള അന്വേഷണ നാടകങ്ങളൊക്കെ നടത്തിയ ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ പല ഓഫീസുകളിലും കിടന്നുറങ്ങുന്നുണ്ട്, ചിതലരിക്കുന്നുണ്ട്. അന്വേഷണം നടത്തും 4 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ എല്ലാ മനുഷ്യ മനസ്സുകളിൽ നിന്നും മാധ്യമ ശ്രദ്ധയിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോകും. പിന്നീട് ഇതേക്കുറിച്ച് എന്ത് നടന്നു എന്നുള്ള ആലോചിക്കുന്നത്. ഇതുപോലെയുള്ള ധാരാളം കെട്ടിടങ്ങൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. 14,000 സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി കണക്ക് പറയുന്നത്. ഇതിനകത്ത് എത്ര എണ്ണം സുരക്ഷിതമാണ്? ഇതുപോലെ അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന എത്രയോ കെട്ടിടങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ വനപ്രദേശങ്ങളിലൊക്കെ ആദിവാസികൾ അങ്ങനെയുള്ള ആളുകൾ വസിക്കുന്നിടത്തെ കെട്ടിടങ്ങളുടെയൊക്കെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഓരോ അപകടം സംഭവിക്കുമ്പോൾ മാത്രം ദുരന്തത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഒരിക്കലും ഒരു മനുഷ്യത്വപരമായിട്ടുള്ള സമീപനമല്ല. അതുകൊണ്ട് കുറ്റക്കാരെ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, മാതൃകാപരമായി ശിക്ഷിക്കണം. ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ഫലപ്രദമായ നടപടിയെടുക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ പ്രദേശത്ത് അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർമാരുണ്ട്, ജില്ലാ എഡ്യൂക്കേഷണൽ ഓഫീസർമാരുണ്ട്. അങ്ങനെ നിരവധി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ലക്ഷക്കണക്കിന് ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരുടെ നിരുത്തരവാദപരമായ സമീപനത്തിനും അവർ മറുപടി പറഞ്ഞെങ്കിലേ പറ്റുള്ളൂ. കാലാകാലങ്ങളിൽ ഈ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് യഥാവിധം സ്വീകരിച്ചിട്ടുണ്ടോ, വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. ആരാണ് ഉത്തരവാദികളെങ്കിൽ അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. അതുകൊണ്ട് സ്കൂൾ അധികൃതരുടെ ഭാഗത്തും വീഴ്ചയുണ്ടായിട്ടുണ്ട്, KSEBിയുടെ ഭാഗത്തും വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അപകടങ്ങൾ വന്നതിന് ശേഷം അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാനായി സാധിക്കുകയില്ല. അദ്ദേഹം കീഴുദ്യോഗസ്ഥന്മാരുടെ മേൽ തക്കതായിട്ടുള്ള നടപടിയെടുത്തെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ ഒക്കെയുള്ളൂ. അതുകൊണ്ട് ഇതുപോലെ ദുർബലമായി കേരളത്തിൽ എവിടെയെങ്കിലും സ്കൂൾ കെട്ടിടങ്ങളോ വൈദ്യുത ലൈനോ അപകടകരമായി പോകുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ പ്രാദേശികമായി അദ്ദേഹത്തിന്റെ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥന്മാരെ അടിയന്തരമായി നിയോഗിക്കുകയും ജാഗ്രതയോടുകൂടെ അതിന്മേൽ തുടർ നടപടിയെടുക്കുകയും ചെയ്യേണ്ടതാണ് ഈ സമയത്തിന്റെ അനിവാര്യത എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് ഒരു സ്കൂൾ കെട്ടിടം പ്രവർത്തിക്കുമ്പോൾ അതുമായി സമീപത്ത് നിൽക്കുന്ന എല്ലാ കെട്ടിടങ്ങളും സുരക്ഷിതമാണോ എന്ന് നോക്കണം. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളൊക്കെ പഠിക്കുന്ന ഈ സ്കൂളുകളാകുമ്പോൾ നമുക്ക് ഈ കുട്ടികൾക്ക് അറിയില്ല എന്താണ് തങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെയും ഈ വരും വരായികകൾ അതെന്താണെന്ന് ഈ കുട്ടികൾക്ക് അറിയുന്നുണ്ടാവില്ല. അത്തരത്തിലൊരു അപകടമാണ് ഇന്നും നടന്നത്. പക്ഷേ ഈ ഒരു സ്കൂൾ അധികൃതർ അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഈ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സമീപ പ്രദേശങ്ങളെന്നൊക്കെ അവർ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിന് ഇത്രയും കാലമായിട്ടും ഇത് വർഷങ്ങളോളം ഇതിങ്ങനെയാണ് കിടക്കുന്നതെന്ന് നാട്ടുകാരടക്കം പറയുന്നുണ്ട്. എന്നിട്ടും ഈ അധികൃതരുടെ ഭാഗത്തുനിന്നും ഇത്തരമൊരു അനാസ്ഥ ഉണ്ടായത് എങ്ങനെയാണെന്നാണ് ഇതിൽ പ്രകടമാകുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഈ നമ്മൾ പറഞ്ഞത് വെച്ചതുപോലെ തന്നെ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകളടക്കം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഹാജരാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അവിടെ ഒന്നും ഇത് ശ്രദ്ധയിൽപ്പെടാതെ പോയത് എങ്ങനെയാണെന്ന് അറിയുന്നില്ല. അവള് പറഞ്ഞത് മുഴുവൻ ശരിയാണ്. ഇവിടെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവണി പറഞ്ഞതുപോലെ പാവപ്പെട്ട കുട്ടികൾ, കുഞ്ഞു കുട്ടികൾ, അവർക്കൊന്നും ഇതിന്റെ ഗൗരവം നന്നായി മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് ആ കുട്ടി രാവിലെ വന്നപ്പോൾ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് കൂട്ടുകാരുമായിട്ട് എന്തോ പന്ത് തട്ടി കളിച്ചു. അപ്പോൾ ചെരുപ്പ് മുകളിലേക്ക് പോയി. ആ ചെരുപ്പെടുക്കാനായ കുട്ടി തെന്നി വീഴാനായി തുടങ്ങിയപ്പോൾ പെട്ടെന്നുള്ള ആശ്രയം എന്ന രീതിയിൽ പിടിച്ചത് വൈദ്യുതി ലൈനായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അപകടകരമായ ഒരു സാഹചര്യത്തിൽ ഒരു ഷെഡ് പണിയുകയും അത് തകരം കൊണ്ട് മറയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ അപകട സാധ്യത മുൻകൂട്ടി കാണാതെ പോയത് വളരെ കടുത്ത ഉത്തരവാദിത്വമില്ലായ്മയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവിടെയും ഒക്കെ നമ്മൾ എല്ലാവരും എപ്പോഴും ഇതിനെ സംബന്ധിച്ച് ആശങ്കപ്പെടുന്നത് കൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇത്തരം കാര്യങ്ങളിൽ വളരെ ജാഗ്രത പുലർത്തുകയും അടിയന്തരമായി ഓരോരോ പ്രദേശത്തുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇക്കാര്യത്തിൽ ചുമതലപ്പെടുത്തി തുടർന്നും ഇനിയും പരീക്ഷകൾ ഇതുപോലുള്ള അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ് അത്യാവശ്യം. പല സ്കൂൾ കെട്ടിടങ്ങളിലും പഴഞ്ചൻ കെട്ടിടങ്ങൾ പലയിടത്തും ഉണ്ട്. അത് കെട്ടിടം പോലും അറിയത്തക്ക അവസ്ഥയിൽ ഇരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതേക്കുറിച്ചൊക്കെ പ്രാദേശിക ഉദ്യോഗസ്ഥന്മാരെ ജാഗ്രതപ്പെടുത്തി അവരിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിച്ച് യഥായോഗ്യം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ കെട്ടിടങ്ങൾക്കുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് ഇപ്പോഴത്തെ അത്യാവശ്യം നടപടിയാണ്. അതിന് മുൻഗണന കൊടുക്കണം ബഹുമാനപ്പെട്ട മന്ത്രിയും
അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും എന്നാണ് പറയാനുള്ളത്. തീർച്ചയായും നമുക്കറിയാം ഇപ്പോൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവം, അവിടെയും കെട്ടിടം തകർന്നു വീണ് ഒരാൾക്ക് ജീവൻ നഷ്ടമായി. ഇപ്പോൾ ഇതാ സ്കൂളിൽ സമാനമായ രീതിയിൽ അല്ലെങ്കിൽ പോലും മറ്റൊരു തരത്തിലൊരു പ്രശ്നമുണ്ടായിരിക്കുന്നു, അവിടെയും ഒരു ജീവൻ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഈ സ്കൂളിലും ആശുപത്രിയിലും മാത്രമല്ല, ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ കെട്ടിടങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഈ ഒരു ഘട്ടത്തിലെങ്കിലും കർശനമാക്കേണ്ടതല്ലേ? അവിടെ വളരെ ശരിയാണ്. ഈ ആശുപത്രിയിൽ ഇപ്പോൾ ഉണ്ടായ ഒരു മരണവും ഇപ്പോൾ ഈ കുട്ടിയുടെ മരണം കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഇതുപോലെ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതുപോലെ ദുർബലമായിട്ടുള്ള ആശുപത്രി കെട്ടിടങ്ങൾ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉണ്ട്. ഇതുപോലെ ദുർബലമായിട്ടുള്ള സുരക്ഷിതമല്ലാത്ത സ്കൂൾ കെട്ടിടങ്ങളുണ്ട്, കേരളത്തിലെമ്പാടുമുണ്ട്. അതൊക്കെയാണല്ലോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. വലിയ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ ഓരോ പ്രാദേശിക തലങ്ങളിലുണ്ട്, വിദ്യാഭ്യാസ വകുപ്പുകളിലുണ്ട്, ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ ആശുപത്രി കാര്യത്തിലുണ്ട്, ജില്ലാ കളക്ടർമാരുണ്ട്. ഇവർക്കൊക്കെയുള്ള ഇവരുടെയൊക്കെ ജോലി എന്താണ്? ഇവരവരുടെ ശീതീകരിച്ച മുറിയിൽ ഇരുന്നുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചാൽ പ്രശ്നം പരിഹരിക്കാൻ ഒക്കില്ല. ഇവിടെ പാലങ്ങൾ ഇടിഞ്ഞു വീഴുന്നു, കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നു, മരിച്ചതിന് ശേഷം ആളുകൾ മരണപ്പെട്ടതിന് ശേഷം അതിനെക്കുറിച്ച് അനുശോചനം പുറപ്പെടുവിച്ചുകൊണ്ട് കാര്യങ്ങളാവുന്നില്ല. പ്രായോഗിക ബുദ്ധിയോട് സമീപിക്കണം. ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് വീഴ്ച? ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അതികർശനമായി ശിക്ഷിക്കണം. അല്ലാതെ 4 ദിവസം മാറ്റി നിർത്തിയിട്ട് ആരും അറിയാതെ 5-ാം ദിവസം തിരികെ പ്രവേശിപ്പിക്കുന്ന ഒരു ഏർപ്പാട് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പേരിൽ, രാഷ്ട്രീയ വിധേയത്വത്തിന്റെ പേരിലൊക്കെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കോട്ടയത്തെ സംഭവം ഒറ്റപ്പെട്ട സംഭവം എന്നൊന്നും പറഞ്ഞ് തള്ളിക്കളയാൻ ഒക്കില്ല. അതുപോലെയുള്ള ഒരുപാട് ദുർബലമായ ആശുപത്രി കെട്ടിടങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്, സ്കൂൾ കെട്ടിടങ്ങളുണ്ട്. അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ശമ്പളം പറ്റുന്ന, സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ഥതയും അവരുടെ നിരുത്തരവാദപരമായ പെരുമാറ്റം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് കേരളം മുഴുവൻ നടന്ന് സ്കൂളുകൾ പരിശോധിക്കാനായി സാധിക്കുകയില്ല. അത് ന്യായമായിട്ടുള്ള ഒരു സംഗതിയാണ്. അങ്ങനെ അല്ലല്ലോ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചിരിക്കുന്നത്. നികുതിദായകന്റെ പണം കൊടുത്ത് ഭാരിച്ച ശമ്പളത്തിൽ ഇവരെ ആക്കിയിരിക്കുന്നത്. അവിടുത്തെ അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അയാളുടെ ജോലി എന്ന് പറയുന്നത് അയാളുടെ കീഴിലുള്ള 10-15 സ്കൂളുകളെ നോക്കുക എന്നുള്ളതാണ്. അയാൾ എന്താ ചെയ്തത്? അയാളുടെ പണി എന്താണ്? അതിന് മുകളിലാണല്ലോ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ. ആശുപത്രിയുടെ കാര്യങ്ങളിലാണെങ്കിൽ DMO ഉണ്ട്, അതുപോലെ താലൂക്ക് ആശുപത്രികളിൽ സൂപ്രണ്ടന്മാരുണ്ട്. ഇവരുടെയൊക്കെ ജോലി എന്താണ്? അതുകൊണ്ട് ഈ കാര്യക്ഷമമായി ഇവർ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുവാനുള്ള ഉത്തരവാദിത്വം മന്ത്രിക്കുണ്ട്, മന്ത്രിമാർക്കുണ്ട്, ഭരണകൂടത്തിനുണ്ട്. അത് സിസ്റ്റം ഫെയിലിയർ ആണ് എന്നൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കാൻ ശ്രമിച്ചാൽ ഇനിയും ആളുകൾ പ്രതികരിക്കും. ഇതിനേക്കാൾ ശക്തമായി ജനങ്ങൾ പ്രതികരിക്കും. ഈ അപകടം ആവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് പ്രസ്താവനകളിലൂടെ ഒഴിഞ്ഞു മാറാനായി മന്ത്രിമാരോ ശ്രമിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ വരുത്തി തീർക്കും. അതുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ജാഗ്രതപ്പെടുത്തി പരിശോധനാ റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ വാങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ യഥായോഗ്യം കൊടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ഇത്തരം പ്രശ്നങ്ങളെ സമീപിക്കേണ്ടത് എന്നാണ് ഈ കാര്യങ്ങൾ നമ്മെ കൂടുതൽ ഓർമ്മിപ്പിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ AG ജോർജ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.